നമ്മുടെ ഈ കേരളത്തിന്റെ തെരുവിലൂടെ ഭയം കൂടാതെ എങ്ങനെ നമുക്ക് നടക്കാൻ സാധിക്കും? മറൈൻ ഡ്രൈവിലെ ദമ്പതികൾക്ക് സംഭവിച്ചത് ആർക്കും ഇനി സംഭവിക്കാവുന്നതല്ലേ? അഫാനെ പോലെ ലഹരിക്കടിമയായ മകനുണ്ടെങ്കിൽ ഏതൊരു അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സ്നേഹിക്കുന്നവർക്ക് പേടി കൂടാതെ കഴിയാൻ പറ്റും. എന്തുകൊണ്ട് പൊതുജനം ഇനിയും മിണ്ടാതിരിക്കും? ലഹരി വേട്ടയുടെ കണക്കുകൾ നിരത്തിയാൽ ഒരു മാസം കൊണ്ട് 2762 കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 17,246 പേരെ പരിശോധിച്ചതിൽ 2854 പേരെ അറസ്റ്റ് ചെയ്തു. 1377 ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾ കണ്ടെത്തി. അതിൽ 235 തിരുവനന്തപുരത്താണ്. ഞെട്ടാനുള്ള കണക്കുകൾ വരാനിരിക്കുന്നതുള്ളൂ. ഒരു മാസം കൊണ്ട് പിടിച്ചെടുത്തത് 153.56 കിലോഗ്രാം കഞ്ചാവാണ്. കഴിഞ്ഞ മാർച്ച് 10 മാത്രം 1.66 കിലോഗ്രാം MDMA ആണ് മലപ്പുറത്ത് നിന്നും കണ്ടെടുത്തത്. അപ്പോൾ MDMA വ്യാപനം എത്രയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. MDMA കഞ്ചാവും മാത്രമല്ല, ബ്രൗൺ ഷുഗറും, ഹെറോയിനും, ഹാഷിഷ് ഓയിലും, വിവിധ തരം മയക്കുമരുന്ന് ഗുളികകൾ, ഇവയെല്ലാം ഈ കൂട്ടത്തിൽ കിട്ടാറുണ്ട്.